അങ്ങനെ നമ്മുടെ ഡൽഹിയിലെ മൂന്നാമത്തെ ദിവസമായിട്ടോ. ഇന്ന് നമ്മൾ ഡൽഹി ദർശൻ എന്ന് പറഞ്ഞ ടൂർ പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്. ഒരു ദിവസത്തിൽ തന്നെ കുറച്ചധികം സ്ഥലങ്ങൾ ഒരുമിച്ച് നമുക്ക് കാണാവുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് ആണ്. അതിൽ നമുക്കൊരു ഗൈഡും ഉണ്ടാവും എല്ലാം പറഞ്ഞു തരാൻ. ആദ്യം തന്നെ നമ്മൾ കണ്ടത് ലക്ഷ്മി നാരായൺ ബിർള മന്ദിറാണ്. അതിന്റെ ഉള്ളിലേക്കൊന്നും ഫോണും ചെരുപ്പൊന്നും അലൗഡഡ് അല്ല. നമ്മൾ കയറുന്നതിന് മുമ്പ് തിരക്ക് കാണുന്നില്ലേ, അവിടെ നമ്മുടെ ഫോണും കാര്യങ്ങളെല്ലാം കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പോയത് പാർലമെന്റ് ഒക്കെ കാണാനാണ്. നമ്മുടെ ഗൈഡ് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു തരുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായി. നേരെ കാണുന്നതാണ് ദ്രൗപതി മുർമു ഹൗസ്, അതായത് രാഷ്ട്രപതി ഭവൻ. ഇതിനു മേലെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടെങ്കിൽ രാഷ്ട്രപതി അവിടെ ഉണ്ടെന്നാണ് അർത്ഥം. അവിടെ ആ ഇന്ത്യൻ ഫ്ലാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ആൾ ഔട്ട് ആവണമെന്നാണ് അർത്ഥം എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പാർലമെന്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്കൊന്നും പബ്ലിക്കിന് അലൗഡഡ് അല്ല. ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കരുത്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ബ്ലാക്ക് ഹെഡ്സ് നമ്മളെ കൊണ്ടുപോകുന്നൊക്കെയാണ് ഗൈഡ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അതൊക്കെ എടുത്തു. ഇപ്പൊ കണ്ടത് പുതിയ പാർലമെന്റും അത് പഴയ പാർലമെന്റും ആണ് കേട്ടോ. പഴയ പാർലമെന്റിന്റെ അവിടെയാണ് ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ ഉണ്ടായില്ലേ, അതിന്റെ അപ്പുറത്തെ സൈഡാണ് കേട്ടോ. ഇതൊരു ഫൗണ്ടൈൻ ആണ്. നമ്മുടെ ഗൈഡ് അങ്ങനെയൊക്കെ തള്ളി മറിച്ചതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശമുണ്ട്. ആളൊരു ക്യാമറയും കൊണ്ടാ വന്നേക്കണേ. അപ്പൊ നമ്മള് ഫോണിലൊന്നും എടുത്തില്ലെങ്കിൽ ആളെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. ഞങ്ങൾ പക്ഷെ ഫോണിലെല്ലാം കുറെ ഫോട്ടോ എടുത്തു, ആളെ കൊണ്ട് ഒരു ഫോട്ടോ എടുപ്പിച്ചു. അവിടെയൊക്കെ ഏതൊരു വ്യൂ പോയിന്റിൽ ചെന്നാലും ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ നമ്മുടെ പിന്നാലെ നടന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മളെ കാണിച്ചു തരും കേട്ടോ. അങ്ങനെയാണ് അവിടെയൊക്കെ. ഇപ്പൊ എല്ലാവരെയും ഫോണൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് അധികം വർക്ക് കിട്ടുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടതാണ് കേട്ടോ 11 സ്റ്റാച്യു. അങ്ങനെ നമ്മളതാ ഇന്ത്യ ഗേറ്റിനടുത്ത് എത്തിയിട്ടോ. അവിടെ വന്ന് ഞങ്ങൾ അവിടെ ഫൗണ്ടൈന്റെ മുമ്പിലും ഇന്ത്യ ഗേറ്റിന്റെ അവിടെയൊക്കെ പോയിട്ട് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനിടയിൽ രമ്യ ചേച്ചിക്ക് ഒരു സംശയം, ഗേറ്റ് മാത്രമേ ഉള്ളൂ, മതില് കാണാനില്ലല്ലോ കേട്ടോ. അവിടുന്ന് ഫോട്ടോ എടുക്കാനുണ്ടല്ലോ, കണ്ണ് തുറക്കാൻ പറ്റണില്ല കേട്ടോ. അത്ര അധികം വെയിലാണ്, നമുക്ക് ക്യാമറയിലേക്ക് നോക്കാൻ പറ്റണില്ല, അതുപോലെ വെയിലാണ്. പിന്നെ അവിടെ ഒരുപാട് കടകളൊക്കെയാണ് കേട്ടോ. ജ്യൂസ്, വെള്ള ഐറ്റംസ്, ഐസ്ക്രീമിന്റെ ഒക്കെ കടകള്, പിന്നെ ഓക്സിഡൈസ് ജ്വല്ലറീസ് നമ്മുടെ പിന്നാലെ നടന്ന് ചേച്ചിമാര് വിൽക്കും. ഈ ഐസ്ക്രീം ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ ഐസ്ക്രീമാണ്, മാങ്ങയുടെ മാത്രം. നമ്മുടെ ഇവിടെ അത് കിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തെത്തിയിട്ടാ. ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ള ക്ലോത്ത് സ്റ്റോർ ആണ്. ബാമ്പു വെച്ചിട്ടുള്ള സാരികള്, അതുപോലെ റോസിന്റെ തണ്ട് ഉപയോഗിച്ചിട്ടുള്ള സാരിയാണ് ഞാൻ പിടിച്ചോണ്ടിരുന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവര് തന്നെ നമുക്കൊരു ഹോട്ടലിൽ കൊണ്ടുപോയി നിർത്തിയിട്ടാ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഭക്ഷണം എങ്ങനെയുണ്ടാവും അറിയില്ലാത്ത കാരണം കൊണ്ട് 2 പ്ലേറ്റ് ഫുഡാണ് ഞങ്ങൾ ഓർഡർ കൊടുത്തത്. എന്നിട്ട് ഞങ്ങൾ 4 പേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്.